എന്തെങ്കിലും ചെയ്തിട്ടില്ലാത്ത ഒരാളെന്ന നിലയിൽ എനിക്ക് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള അവകാശമുണ്ട്. ആ അന്വേഷണം നടക്കുകയല്ലേ? ആ അന്വേഷണം നടക്കുകയല്ലേ സഹോദര? നിങ്ങൾ ആ വോയിസ് എന്നാ പിന്നെ എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. എടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. എടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. അല്ല എടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. അല്ല ഞാനത് പറഞ്ഞല്ലോ. നിങ്ങളിത് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളിത് എന്റേതാണെന്ന് പറഞ്ഞ് ആധികാരികമായി കൊടുത്തിട്ട് പിന്നെ എന്റെയോട് ചോദിക്കുന്നില്ല, ഇത് നിങ്ങളുടെയാണോ ചോദിക്കുന്നില്ല. ആദ്യത്തെ ദിവസം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ പ്രതികരണത്തിൽ തന്നെ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, ഒരന്വേഷണം നടക്കുന്നുണ്ടല്ലോ അല്ലേ? ആ അന്വേഷണം പൂർത്തീകരിക്കട്ടെ. ആ അന്വേഷണം പൂർത്തീകരിച്ചിട്ട് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ പിന്നീട് ഇപ്പോൾ നിങ്ങളുടെ ആക്ഷൻസ് ആണല്ലോ നടക്കുന്നത്. ആ അന്വേഷണം കൂടി കഴിയട്ടെ. അന്വേഷണം കൂടി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താണ് റിയാക്ട് ചെയ്യേണ്ടത്, എപ്പോൾ റിയാക്ട് ചെയ്യണം, എങ്ങനെയൊക്കെ നിയമപരമായി മുന്നോട്ട് പോകണമെന്ന് അത് തീരുമാനിക്കാനുള്ള അവകാശം അത് ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ. നിങ്ങൾ പറയുമ്പോഴല്ലോ ഞാൻ വിശദീകരണം തരുന്നത്. അന്വേഷണം ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ അന്വേഷണം മുന്നോട്ട് പോകട്ടെ. അന്വേഷണത്തിൽ ഞാൻ തീരുമാനിച്ച അല്ലെങ്കിൽ ഞാനുമായി ബന്ധമുള്ള ആളുകൾ തീരുമാനിച്ച, നിയമവിദഗ്ധരുമായി ആലോചിച്ചപ്പോൾ തീരുമാനിച്ച ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടം കഴിയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു തുടങ്ങും. അതുപോലെ തന്നെ പിന്നെ നിയമപരമായ കാര്യങ്ങളൊക്കെ, നിയമപരമായി എന്തെല്ലാം പോരാട്ടം വരാനിരിക്കുന്നു, എന്റെ ഭാഗത്തു നിന്നുള്ള എന്തെല്ലാം നിയമപരമായ പോരാട്ടം വരാനിരിക്കുന്നു, അതിനൊക്കെ സമയമുണ്ടല്ലോ. എന്തിനാ തിരക്ക് കൂട്ടുന്നത്? നിങ്ങളെന്തിനാ തിരക്ക് കൂട്ടുന്നത്? നിങ്ങളെന്തിനാ തിരക്ക് കൂട്ടുന്നത്? പുതിയതല്ലല്ലോ. നിങ്ങൾ തിരിച്ചും മറിച്ചും ഒരേ കാര്യം തന്നെയല്ലേ പറയുന്നത്.